ടാലിയുടെ പുതിയ വെർഷനായ ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ടാലി സൊല്യൂഷൻസ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടാലി സൊല്യൂഷൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. tallysolutions.com എന്ന് കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമ്മൾ സാധാരണ എല്ലാ ടാലിയും ടാലി ERP9 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ നമുക്കിവിടെ ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ അവരുടെ ഹലോ ടു ടാലി പ്രൈം എന്നുള്ളതൊക്കെ കാണാം. അതിൽ നിങ്ങൾ ഒരു ഡെമോ കാണുന്നുണ്ട്, ഫ്രീ ഡെമോ നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിൻ്റെ താഴോട്ട് പോവുകയാണെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഓൾഡർ വേർഷൻ ടാലിയും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് താഴെ പോവുകയാണെങ്കിൽ അവിടെ പ്രീവിയസ് വെർഷൻ്റെ കാണാം. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാലി പ്രൈം വേണ്ടാത്തവർക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളിപ്പോൾ പ്രൈമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഇത് വിൻഡോസ് 7 മുകളിലുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അവിടെ എഴുതിയിട്ട് കാണാം. അതിൽ ഹിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം വിൻഡോസ് 7 അല്ലെങ്കിൽ അതിന് മുകളിലുള്ളതിൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. 64 ബിറ്റ് ഉള്ള കമ്പ്യൂട്ടറിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിന് അത് കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയൽ ഡൗൺലോഡായി വരുന്ന കാണാം. അത് കുറച്ച് ടൈം എടുക്കും. അതിപ്പോൾ ഞാൻ ഫോർവേഡ് ചെയ്തതാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അതിലും ചെറിയൊരു 5 സെക്കൻഡ് ടൈം എടുക്കും. അപ്പോൾ അതിപ്പോൾ ഓപ്പണായി വരും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെയാണ് വരിക. ഇവിടെ നമുക്ക് മുകളിൽ അപ്ഡേറ്റ് ടാലി ERP9 ടു ടാലി പ്രൈം എന്ന് കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ടാലി ERP9 ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടറാണെങ്കിൽ നിങ്ങളിവിടെ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ERP9ലുള്ള ഡാറ്റ ഈ ടാലി പ്രൈമിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ടാലി പ്രൈമിനെ കുറിച്ച് കൂടുതൽ അറിയാതെ അത് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യരുത്. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പഴയ ടാലി ERP9 അത് ഓൾറെഡി മാറും, ഈ ടാലി പ്രൈം ആവും. പിന്നെ നമുക്കത് കിട്ടില്ല. അപ്പോൾ നമ്മൾ മോർ ആക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ ഒരു ടാലി പ്രൈം എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു സോഫ്റ്റ്വെയർ, അതായത് ഒരു പ്രോഗ്രാം ഇൻസ്റ്റാളായി വരും. ഇപ്പോൾ ടാലി ERP9 അവിടെ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഇവിടെ അത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഇതിവിടെ ഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളായി വരും. ഇതിൻ്റെ ഒരു ചെറിയ ടൈം ആവുകൊണ്ട് ഒരു 2-3 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാലി പ്രൈം ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമുക്ക് ടാലി സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ ടാലി പ്രൈം എന്നുള്ളൊരു ഐക്കൺ കാണാം. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ടാലി ERP9 ഓപ്പൺ ചെയ്തതിനേക്കാളും ടൈം കൂടുതൽ എടുക്കുന്നുണ്ട് ടാലി പ്രൈം ഓപ്പൺ ചെയ്യുമ്പോൾ. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് കാണാം കമ്പനി ക്രിയേഷൻ, അതായത് ഇവിടെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ മോഡിൽ ചെയ്യാം. നമുക്ക് ലൈസൻസ് ഇല്ലല്ലോ. അപ്പോൾ എഡ്യൂക്കേഷൻ മോഡ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഡയറക്റ്റ് വരിക ക്രിയേറ്റ് കമ്പനിയിലേക്കാണ്. മുമ്പ് നമ്മൾ ടാലി ERP9 അങ്ങനെയല്ല വന്നിരുന്നത്. ഒരു ഫസ്റ്റ് പേജിലാണ് വന്നിരുന്നത്. പിന്നെ ഒരു ഓപ്ഷനാണ് ക്രിയേറ്റ് കമ്പനി എന്നൊക്കെ വരിക. ഇത് പക്ഷേ ഡയറക്റ്റ് ക്രിയേറ്റ് കമ്പനിയിലേക്കാണ് വരിക. നമുക്ക് വേറെ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് അങ്ങോട്ട് വേറെ ഓപ്ഷൻസ് ഒന്നും അധികം വർക്ക് ചെയ്യില്ല. നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് ഓപ്ഷൻസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു കമ്പനി അധികം ഡീറ്റെയിൽസ്, പക്ഷേ മുമ്പത്തെ ERP9 നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഓപ്ഷൻസ് കുറവാണ്, കൂടുതൽ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. കമ്പനി നെയിം അടിക്കുക. മെയിലിംഗ് നെയിം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പോസ്റ്റൽ അഡ്രസ്സ് കറക്റ്റാണെങ്കിൽ അത് അടിക്കുക. പിന്നെ റീജിയൻ കൊടുക്കുക, നമ്മുടെ രാജ്യം കൊടുക്കുക, ഇന്ത്യ കേരള എന്ന് കൊടുക്കുക. സ്റ്റേറ്റ് കേരള, കൺട്രി ഇന്ത്യ കൊടുക്കുക. ഓക്കെ, ഞാൻ റീജിയൻ ഇന്ത്യ സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് കൺട്രി മാറി. ഓക്കെ, അപ്പോൾ നമ്മുടെ പിൻകോഡ് വേണമെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ ബിഗിനിങ് 1/4/2020. നോർമലി ഇതിപ്പോൾ 2021 പക്ഷേ ഏപ്രിൽ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 2020 തന്നെ കൊടുക്കാം. അതുപോലെ അതിൻ്റെ ബുക്സും ബിഗിനിങ്ങും 2020 തന്നെ, ഏപ്രിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കറൻസി ഓട്ടോമാറ്റിക് വന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ERP9 സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു പേജിലേക്ക് വരില്ല, ഡയറക്റ്റ് കമ്പനി സേവ് ആകും. പക്ഷേ ഇവിടെ വേറൊരു ഓപ്ഷൻസിലേക്ക്, കമ്പനിയുടെ ഫീച്ചേഴ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഷോ മോർ ഫീച്ചേഴ്സ് കൂടി ഉണ്ട്. അവിടെ താഴത്ത് കാണാം കമ്പനി STP ഷോ മോർ ഫീച്ചർ. അവിടെ S കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫീച്ചേഴ്സ് കാണാം.
ഇതിൽ നമ്മൾ ഫീച്ചേഴ്സ് എസ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് അക്കൗണ്ട്സ് എനാബിൾ ബിൽ വൈസ് എൻട്രി എസ് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് മെയിൻറ്റെയിൻ ഇൻവെൻട്രി കാണാം. അതും നമ്മൾ എസ് കൊടുത്താൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഐറ്റംസ് ഒക്കെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനാബിൾ GST കാണാം. അതിപ്പോൾ നമ്മൾ GST നമ്മളിപ്പോൾ തൽക്കാലം എനാബിൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് നോ കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ക്രിയേറ്റ് ആയി. നമുക്ക് നോർമലി ERP9 കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. ഇതിൽ ഓപ്ഷൻസ് കുറവാണ്. ആകെ ഡേറ്റും കമ്പനിയും മാത്രമേ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് ചേഞ്ച് ചെയ്യാം. പിന്നെ മുമ്പ് നമ്മൾ ഡേറ്റ് തന്നെ പീരിയഡ് എന്ന് പറഞ്ഞിട്ട് Alt F2 കാണാം. അത് F2ൻ്റെ അടിയിൽ ഒരു ലൈൻ ഇട്ടിട്ട് അതിപ്പോൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് പീരിയഡ് കാണാൻ പറ്റുള്ളൂ. അതുപോലെ കമ്പനിയുടെ റൈറ്റിൽ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ട് കമ്പനിയും ഷട്ട് കമ്പനിയും ഒക്കെ കാണാം. അപ്പോൾ നമുക്കതൊക്കെ ഒരു ഓപ്ഷൻസായിട്ട് ഉള്ളിൽ കാണിച്ചിരിക്കണം. മുമ്പ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാം. പിന്നെ ഇവിടെ നമുക്ക് മുകളിൽ കാണാം കമ്പനി ഫുൾ ഡീറ്റെയിൽസ്, കമ്പനിയുടെ എല്ലാ ഓപ്ഷൻസും അൾട്ടർ ചെയ്യാനുണ്ടെങ്കിൽ അൾട്ടറിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ കമ്പനിയുടെ സെക്യൂരിറ്റി, നമ്മുടെ മറ്റേ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്, കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഡാറ്റ എവിടെയാണ് നമുക്ക് ബാക്കപ്പ് ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ. അടുത്തത് പിന്നെ ഒന്നുമില്ല, അത് പിന്നെ എക്സ്ചേഞ്ച് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗോ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കാര്യങ്ങളും എല്ലാ റിപ്പോർട്ട്സുകളും ഇവിടെയും നമുക്ക് കാണാം. മുമ്പ് നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ മാത്രമേ റിപ്പോർട്ട് കണ്ടിരുന്നുള്ളൂ. പക്ഷേ നമുക്കത് ഇവിടെയും റിപ്പോർട്ടുകൾ നോക്കാം. ഇവിടെ കൂടുതൽ റിപ്പോർട്ടുകൾ മുമ്പത്തേനേക്കാളും കുറേ കൂടുതൽ റിപ്പോർട്ട് അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഇമെയിൽ, പിന്നെ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. കോൺഫിഗറിൽ പോയാൽ നമുക്ക് പ്രിൻറ്റിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ വൗച്ചേഴ്സ്, മുമ്പ് നമുക്ക് വൗച്ചേഴ്സിൽ അക്കൗണ്ടിങ് വൗച്ചർ, ഇൻവെൻട്രി വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വൗച്ചേഴ്സിന് മാത്രമേ ഉള്ളൂ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം. എല്ലാ വൗച്ചറും അതിൽ തന്നെ വരും. അക്കൗണ്ടിങ്ങും ഇൻവെൻട്രിയും സെപ്പറേറ്റ് ഇല്ല, എല്ലാം അതിൽ തന്നെയാണ്. ഓക്കെ, പിന്നെ ഡേ ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പ് ഡിസ്പ്ലേയിലാണ് ഉണ്ടായിരുന്നത് ഡേ ബുക്ക്. ഇപ്പം പുറത്തും ഗേറ്റ് വേ ഓഫ് ടാലിയിലും ഡേ ബുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊന്ന് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ മുമ്പ് ഇൻവെൻട്രി മാസ്റ്റർ, അക്കൗണ്ടിങ് മാസ്റ്റർ എന്നുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ മാറിയിട്ട് ക്രിയേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ് മാസ്റ്ററും ഇൻവെൻട്രി മാസ്റ്ററും കാണാവുന്നതാണ്. അതുപോലെ ആൾട്ടർ ചെയ്യാനാണെങ്കിൽ മാസ്റ്റർ, അതും ആൾട്ടറിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ടിങ് മാസ്റ്ററും ഇൻവെൻട്രി മാസ്റ്ററും സെപ്പറേറ്റ് കാണാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ചേഞ്ച്. പിന്നെ നമുക്ക് ഈ എന്തൊക്കെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ആണ് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ പോയാലാണ് നമ്മുടെ എന്തൊക്കെ ലെഡ്ജർ നമ്മുടെ അടുത്തുണ്ട്, എന്തൊക്കെ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്പ്ലേ ചാർട്ട് ഓഫ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കാണുന്നത് ഇതിലാണ്. ഇതിപ്പോൾ നമ്മൾ ഗ്രൂപ്പോ ലെഡ്ജർ എന്തെങ്കിലും എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം. ലെഡ്ജർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലെഡ്ജർ ഉണ്ടെന്ന് കാണാം. അതുപോലെ ഇതിലാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണുന്നത്. മുമ്പ് അത് അവിടെ തന്നെ കണ്ടിരുന്നു. പക്ഷേ ഇതിപ്പം സെപ്പറേറ്റ് ആയിട്ടൊരു ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്നുള്ള കോളത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് നോർമൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ഗേറ്റ് വേ ഓഫ് ടാലിയിലുമുണ്ട്, ഗോ ടൂന്നിലും ഉണ്ട്. ഓക്കെ, ഇതാണ് മെയിനായിട്ട്. ബാക്കിയുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ടാലി ERP9ഉം പ്രൈമും ഏകദേശം സെയിം ആണ്. നമ്മളിപ്പോൾ ഒരു വൗച്ചർ എൻ്റർ ചെയ്തിട്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് നോക്കാം. വൗച്ചർ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് റിപ്പോർട്ട് കാണാനുള്ള ഓപ്ഷൻസും കൂടി അഡീഷണലായിട്ട് ഇതിലുണ്ട്. മുമ്പ് നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നാലേ കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു, ബൈ.